إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ, അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള കുറവുകൾ, തിന്മകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ അതൊക്കെയും അവന്റെ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും സൗഖ്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ വളരെ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഷിഫാഉം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി ദുആഇന് വേണ്ടി അവർ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാം ദുആകളിൽ അവരെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അങ്ങേയറ്റം പവിത്രമായ, ഏറെ ആദരണീയമായ ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരാൻ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. അതിനു മുന്നോടിയായി കളമൊരുക്കേണ്ട, എല്ലാ അർത്ഥത്തിലും നാം തയ്യാറാകേണ്ട ഒരു മാസമാണ് ശഅബാൻ മാസം. റമദാനിൽ എന്തൊക്കെ കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഏതൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങൾ
നാം ആഗ്രഹിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ, അതൊക്കെയും തുടക്കം കുറിക്കപ്പെടേണ്ടത് റമദാനിന്റെ ഒന്നിനല്ല, മറിച്ച് ഈ ശഅബാൻ മാസത്തിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട്, അങ്ങ് എന്തുകൊണ്ടാണ് മറ്റൊരു മാസത്തിലും നോമ്പ് നോൽക്കാത്തതുപോലെ ഈ മാസത്തിൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത്? ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, ذَلِكَ شَهْرٌ يَغْفَلُ النَّاسُ عَنْهُ بَيْنَ رَجَبٍ وَرَمَضَانٍ. അതിന്റെ കാരണം പല ആളുകളും അശ്രദ്ധയിലായി കഴിയുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന റമദാനിനും റജബിനും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായി കഴിഞ്ഞു പോകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്നതുകൊണ്ടാണ് ഈ മാസത്തിൽ ഈ അർത്ഥത്തിലുള്ള പരിഗണന ഞാൻ നൽകിയത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാണ്. കാരണം റജബ് എന്നുള്ളത് പവിത്രമായ മാസങ്ങളിൽ ആദ്യത്തെ മാസമാണ്. റമദാൻ ആകട്ടെ അതിന്റെ ശ്രേഷ്ഠത നമുക്കൊക്കെ അറിയാം. ഇപ്പൊ ഈ റമദാനിനെ പ്രതീക്ഷിച്ച് എണ്ണിക്കഴിയുന്നതിനിടയിൽ ഇപ്പൊ നാം നിലവിലുള്ള ഈ ദിവസത്തിന്റെ പവിത്രത ഒരിക്കലും മറന്നു പോകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രത്യേകത കൂടി അവിടെ പറയുകയുണ്ടായി, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, സവിശേഷത എന്നുള്ളത് നമ്മുടെ നന്മകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഒരു മാസത്തിലാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ഇത് നോമ്പിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ നന്മകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ഏത് നിലക്കാണുള്ളത് എന്ന ഒരു പരിശോധന, ഒരു ആത്മപരിശോധന നാം നടത്തേണ്ടതായിട്ടുണ്ട്. ഏത് വിധേനയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതമാകാം, നമ്മുടെ കുടുംബ ജീവിതമാകാം, നമ്മുടെ ബന്ധങ്ങളാകാം, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളാകാം. ഇതൊക്കെയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടാണ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നല്ല വാക്കുകളെല്ലാം ഉയർന്നു പോകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നാം ഓർപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ സകല നന്മകളും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ അതിങ്ങനെ വിവരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിത വ്യവസ്ഥ എങ്ങനെയായിരുന്നു, ജീവിതത്തിന്റെ നിലവാരം എങ്ങനെയായിരുന്നു എന്നൊരു പരിശോധന തീർച്ചയായും നമ്മൾ നടത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഈ മാസത്തിൽ അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും. എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനുള്ള അർഹത ഈ മാസത്തിലുണ്ട്, രണ്ടാളുകൾ ഒഴികെ. ഇല്ലാലി മുശ്രിക്കിൻ ഔ മുഷാഹിൻ. മുശ്രിക്കിൻ അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല, അതുപോലെ മുഷാഹിനും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അങ്ങേയറ്റം ആളുകളോട് വിദ്വേഷവും പകയും വെച്ച് പിണക്കത്തിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. അപ്പൊ നമ്മളൊന്ന് ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം, ആലോചിക്കേണ്ട ഒരു കാര്യം, റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ പലതും കേൾക്കാറുണ്ട്, പല വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ ഏതർത്ഥത്തിലുള്ള തയ്യാറെടുപ്പാണ് റമദാനിന് മുന്നോടിയായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റിരിക്കുന്ന പൊടിപടലങ്ങൾ, അതിനെ ഏറ്റിരിക്കുന്ന വിടവുകൾ, വിള്ളലുകൾ, മുറിവുകൾ, അത് പരിഹരിക്കാനും അതിനെ നികത്താനും അതിനെ പരിചരിക്കാനുമുള്ള ഏത് നടപടികളാണ് നാം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? റമദാനിന്റെ മുന്നോടിയായി എന്റെ ബന്ധങ്ങളിൽ വന്നിട്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള പോരായ്മകളും ഞാൻ പരിഹരിക്കാൻ ഞാനിതാ സന്നദ്ധനാണ് എന്ന നിലക്ക് ഏത് രൂപത്തിലുള്ള തീരുമാനങ്ങളാണ് നാം ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ ബന്ധങ്ങളുടെ എല്ലാം അസ്ഥിവാരമായി കണക്കാക്കപ്പെടുന്ന ദാമ്പത്യ ജീവിതത്തിലെ അർത്ഥത്തിൽ വൈവാഹിക ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ഈ രൂപത്തിൽ നാം പരിഹരിച്ചിട്ട് വേണം റമദാനിലേക്ക് നാം സ്വസ്ഥമായി സമാധാനത്തോടുകൂടി കടക്കാൻ. നമുക്കറിയാം, മനുഷ്യരെല്ലാം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇന്ന് ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സക്കീനത്തിനാണ്, സമാധാനത്തിനാണ്, ആശ്വാസത്തിനാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേൾക്കുകയുണ്ടായി. അങ്ങേറ്റം അതിസമ്പന്നനായ ഒരു വ്യക്തി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെയും അറിയപ്പെട്ട റോയ് എന്ന ഒരു വ്യക്തി, ബാഹ്യമായിട്ട് ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരർത്ഥത്തിലും പരാജിതനല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എല്ലാ ആളുകളും കൊതിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിന് സുലഭമായി ലഭ്യമായിരുന്നു. റോൾസ് റോയ്സ് കാറുകൾ ഒന്നും രണ്ടുമല്ല, 11 എണ്ണമാണ് അദ്ദേഹം ഉടമപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാനും ഭവനങ്ങളല്ല, വലിയ വലിയ ബംഗ്ലാവുകളാണ്,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ ദയനീയമായ രൂപത്തിൽ ഈ ലോകത്തിന് അദ്ദേഹം വിട പറയാണ്, സ്വയം ഒടുക്കുകയാണ്. കാരണം എന്തേ? ഇതിനൊന്നും ഒരിക്കലും ആ ഹൃദയത്തിലുള്ള ആ തുമഅനീനത്തും സക്കീനത്തും നേടിത്തരാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. എപ്സ്റ്റൈൻ ഫയൽസിന്റെ വളരെ മലിനമായ വാർത്തകൾ, വിസർജ്യ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളുടെയൊക്കെ ഒരു അകക്കാമ്പ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആരാണ് അതിലൊക്കെ ഉള്ളത്? ഏറ്റവും വിജയികളെന്ന് നമ്മൾ കണക്കാക്കിയ കോടീശ്വരന്മാര്, സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ. നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം അവർ ഉടമപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ എന്തോ ഒരു തേട്ടം, ഏതോ അർത്ഥത്തിലുള്ള ഒരു അസംതൃപ്തി, ഒരു തൃപ്തിയില്ലായ്മ അവരെ പിടികൂടിയിരിക്കുകയാണ്. ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു ശൂന്യത നിറക്കാൻ എത്ര ദയനീയമായ, മ്ലേച്ഛമായ, ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാനും അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹൃദയത്തിന് സ്വസ്ഥതയും സമാധാനവും അവർക്ക് ലഭിക്കുന്നില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ആത്മനിർവൃതി ലഭിച്ചേക്കുമോ എന്ന ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് തുമഅനീനത്തും സക്കീനത്തും ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് മാർഗങ്ങളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്ന്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അത് സമ്പത്ത് കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നിങ്ങൾക്കൊരിക്കലും നേടിയെടുക്കാൻ കഴിയുകയില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് സുഖസൗകര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഒരുപക്ഷെ ആയാസരഹിതമായ ജീവിതം നിങ്ങൾക്ക് സാധ്യമായേക്കാം. സ്ഥാനമാനങ്ങൾ കൊണ്ട് ഏറെ ആദരവും ബഹുമാനവും നിങ്ങൾക്ക് സമൂഹത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും അതിലൂടെ ലഭിക്കും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ലോകത്തിലെ മുഴുവൻ ആളുകളും കോടീശ്വരന്മാരും എല്ലാവരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ആ കാര്യം, അത് അള്ളാഹുവിന്റെ ദിക്റിലൂടെ, സ്മരണയിലൂടെ, ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, ഈ അർത്ഥത്തിലുള്ള സക്കീനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമാക്കി തരാൻ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബജീവിതം. ലിതസ്കുനു ഇലൈഹ. ആ സക്കീനത്ത് ആ ദാമ്പത്യ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ മാത്രമാണ് സാധ്യമാവുക. അതല്ലാത്ത മറ്റ് അതിന് പകരം വെക്കാൻ എന്ത് തന്നെ നിങ്ങൾ തേടിക്കഴിഞ്ഞാലും ഒരിക്കലും അതിലൂടെ ലഭിക്കുന്ന സക്കീനത്തും സ്വസ്ഥതയും സമാധാനവും ഒരിക്കലും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത്, അദ്ദുനിയ കുല്ലുഹാ മതാ. ഈ ലോകം, ഈ ദുനിയാവ്, അത് മുഴുവൻ വിഭവമാണ്. ഈ ലോകത്തുള്ളതെല്ലാം വിഭവമാണ്. നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഉപയോഗിക്കാനും നമ്മുടെ ആവശ്യ നിർവഹണത്തിനുമെല്ലാമുള്ള മതാ ആണ്, വിഭവമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലുള്ള സകല കാര്യങ്ങളും. എന്നാൽ വഖൈറു മതാഇഹ, ആ വിഭവങ്ങളിലെല്ലാം, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലെല്ലാം ഏറ്റവും ഖൈറായിരിക്കുന്നത്, ഏറ്റവും ഉത്തമമായിരിക്കുന്നത് എന്താണ്? അൽ മർഅതു സാലിഹ. ഏറ്റവും സാലിഹായ, ഏറ്റവും നല്ല ഒരു ഇണയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുളും അത് തന്നെയാണ്. ആ ഖൈറിനെയാണ് നമ്മൾ. ആ ഖൈർ എന്താണ് എന്നൊരുപക്ഷെ നമുക്ക് നിർവചിക്കാൻ കഴിയുകയില്ല. ഖുർആൻ നമുക്ക് ഉണർത്തുന്നുണ്ട് സൂറത്തു നിസായിലൂടെ, ഫഇൻ കരിഹ്തുമൂഹുന്ന. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വെറുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇണത്തുണകളെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ, അവരോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, കറാഹത്ത് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുക, ഫഅസ അൻ തക്റഹു ശൈഅ. ഒരുപക്ഷെ നിങ്ങൾ വെറുക്കുന്ന പല കാര്യത്തിലും യജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിരവധിയായ ഖൈറുകൾ, നന്മകൾ അള്ളാഹു അതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ഒരുപാട് ഖൈറുകൾ അതിലുണ്ട് എന്ന് നിങ്ങൾ അറിയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണർത്തണം. ആ ഖൈറിനെ നമ്മൾ തേടണം. അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഈ സക്കീനത്ത് നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പടി എന്നത് ഈ അർത്ഥത്തിലുള്ള ഖൈറുകളെ, അതിലുള്ള നന്മകളെ എന്താണ് എന്ന് നമ്മൾ തേടിപ്പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്ത് ഖൈറാണ് അള്ളാഹു ഈ ജീവിതത്തിലൂടെ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്? ഇതില്ലായിരുന്നുവെങ്കിൽ എന്ത് തിന്മയായിരുന്നു ഒരുപക്ഷെ എനിക്ക് വന്ന് ഭവിച്ചേക്കുമായിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ഖൈറിന് വേണ്ടിയുള്ള ഒരു തേട്ടം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുമെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സക്കീനത്തും തുമഅനീനത്തും സമാധാനവും സ്വസ്ഥതയുമെല്ലാം നിലനിർത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ആ കാര്യങ്ങളെ നശിപ്പിച്ച് കളയുന്ന, അതിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുക. ആ കാര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി ദുൽമ്, വിവിധ അർത്ഥത്തിലുള്ള അനീതി, അതിക്രമം സത്യത്തിൽ ഈ കുടുംബ മേഖലയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിലേതാനും ചില അനീതികളെ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില അനീതികളാണ്, അക്രമങ്ങളാണ്, ദുൽമുകളാണ്. എത്ര തന്നെ അത് നാട്ടാചാരങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞാലും, എത്ര തന്നെ അത് സ്വാഭാവികമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലും, ദുൽമ് എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാത്തൊരു കാര്യമാണ്. അനീതി എന്നുള്ളത് ദുൽമ് ഒരർത്ഥത്തിലും ഇസ്ലാം വെച്ചു പൊറുപ്പിക്കുന്നില്ല. ദുൽമ് എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ അവിടെ നീക്കിക്കളയുക എന്നുള്ളത് മുസ്ലിമായ ഓരോ ആളുകളുടെയും, ഓരോ മുസ്ലിമിന്റെയും, വിശ്വാസിയുടെയും, മുഅ്മിനിന്റെയും ദൗത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദാമ്പത്യ ജീവിതത്തെ അങ്ങേയറ്റം വെറുപ്പുള്ളതാക്കി മാറ്റുന്ന, ആളുകളെ അതിൽ നിന്ന് അകറ്റിക്കളയുന്ന ദുൽമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദുൽമു തസല്ലുത്ത്. 4 തരത്തിലുള്ള ദുൽമുകളാണ് പ്രധാനമായിട്ടും സ്ത്രീ സമൂഹം, അതല്ലെങ്കിൽ വിവാഹം ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്നത്. അതിൽ ഒന്നാമത്തത് ദുൽമു തസല്ലുത്ത് എന്നാണ് അതിനെപ്പറ്റി പറയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കപ്പെടുക അവരുടെ മേൽ. അള്ളാഹു ഒരാൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തലുകൾ വരിക. നമുക്കറിയാം, ഒരു പെൺകുട്ടി വിവാഹം ചെയ്യപ്പെടുമ്പോൾ അവർ വിവാഹം ചെയ്യപ്പെടുന്നത് ആ ഭർത്താവിനാണ്. ആ ഭർത്താവിനാണ് അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള രക്ഷാകർത്തൃത്വവും ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, ദീനുൽ ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് ഭർത്താവിന്റെ സകല കുടുംബാംഗങ്ങളും, ഭർത്താവിന്റെ സഹോദരന്മാര്, ഭർത്താവിന്റെ സഹോദരികള്, ഭർത്താവിന്റെ മാതാപിതാക്കള്, ഇവരൊക്കെയും ഈ പെൺകുട്ടിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയും അവരുടെ മേൽ അവരുടെ സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇടപെടുന്നതിനെയാണ് ദുൽമു തസല്ലുത്ത് എന്ന് പറയുന്നത്. ഭർത്താവിന് പോലും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? അവർക്കൊരു ആശ്രയമായിട്ട് മാറണം, അവർക്കൊരു സംരക്ഷണമായിട്ട് മാറണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കണം. ഈ രൂപത്തിൽ നിരവധി ഉത്തരവാദിത്തങ്ങളാണ് ഭർത്താവിന് പോലും ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഒരർത്ഥത്തിലും അവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ വലിയ രൂപത്തിലുള്ള കൈകടത്തലുകൾ അവരുടെ ജീവിതത്തിൽ നടത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ചെറിയൊരു വിഷയമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പല കുടുംബങ്ങളെയും ഇത് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഭർത്താവിന്റെ സഹോദരന്മാർക്ക് തന്റെ സഹോദരങ്ങളുടെ ഭാര്യമാരിൽ എന്ത് ബന്ധാണുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇയ്യാക്കും വദ്ദുഖൂൽ അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക്, അവരുടെ ഭവനങ്ങളിലേക്ക്, അവർ തങ്ങുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, അവിടെ നിങ്ങൾ ചില നിയമങ്ങൾ പാലിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി. ആ സമയത്ത് ഒരു സഹാബി, അൻസാരിയായ ഒരു സഹാബി ചോദിച്ചു, അഫറഅയ്തൽ ഹംവ്, ഹമ്മു ആണെങ്കിലോ പ്രവാചകനെ, ഭർത്താവിന്റെ സഹോദരനാണെങ്കിൽ എന്താ പ്രശ്നം? അവർക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, അൽ ഹമ്മു അൽ മൗത്ത്, ഹംവു മരണമാണ്, അത് മരണതുല്യമാണ്, അത് അത്രമാത്രം ഗൗരവപ്പെട്ട കാര്യമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും ഭർത്താവിനോടുള്ള കടമകൾ പോലെ ഭർത്താവിന്റെ സഹോദരങ്ങളോടും കടമകൾ ഏൽപ്പിക്കപ്പെടുന്ന നിരവധി കുടുംബാംഗങ്ങളെ, വിശ്വാസികളായ മുസ്ലിമീങ്ങളായ കുടുംബാംഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അൽ ഹമു അൽ മൗത്ത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഉണർത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അതിരുകളെ ഭേദിക്കാൻ, അതിൽ തിരുത്തലുകൾ വരുത്താൻ ആരാണ് നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നത് ചോദിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഭർത്താവിന്റെ അനുവാദത്തിനപ്പുറത്ത് ഒരു സ്ത്രീക്ക് ആ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും ഒപ്പിട്ട് നൽകണം, അവരുടെ അനുവാദം കൂടി വേണം എന്ന ആ ഒരു നിയമം നമ്മൾ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥത തോന്നിയേക്കാം, ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കാം. എന്നാൽ അനീതി എന്നുള്ളത്, ദുൽമ് എന്നുള്ളത്, അത് അമേരിക്കയിലും ഇസ്രായേലിലും നടക്കുമ്പോൾ മാത്രമല്ല ദുൽമ്, അത് നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും അയൽപ്പക്കങ്ങളിൽ നടക്കുമ്പോഴും ദുൽമ് തന്നെയാണ്. ആ ദുൽമിനെതിരെ കൃത്യമായി സംസാരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് നമുക്ക് ആ അർത്ഥത്തിലുള്ള കൈകാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക നമ്മൾ ആലോചിക്കുക. ഒന്നാമത്തെ, വളരെ ചുരുക്കി പറയണം, ഒന്നാമത്തെ ദുൽമു തസല്ലുത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നീതിയുടെ പക്ഷത്ത്, സത്യത്തെ പക്ഷം, ഭർത്താവ് എന്നല്ല ഏതൊരു വിശ്വാസിയുടെയും ഉത്തരവാദിത്തം നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നിൽക്കുക. അവിടെ ബന്ധങ്ങൾ നോക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായിട്ട് മാറണം. വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിലനിൽക്കണം, പക്ഷേ വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പക്ഷത്തല്ല, സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുക. രണ്ടാമത് ഖുർആൻ പറഞ്ഞത് അവിൽ വാലിദൈൻ, അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും
മാതാപിതാക്കളുടെ ഭാഗത്താണ് തെറ്റ് എന്നറിയാം, എന്റെ ഭാര്യ ഇവിടെ ദുൽമ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും അറിയാം, എന്നിട്ടും മൗനം പാലിച്ചു നിൽക്കുകയാണെങ്കിൽ അത് ദുൽമിന് കൂട്ടുനിൽക്കലാണ്. അതൊരിക്കലും മാതാപിതാക്കളോട് നടത്തുന്ന ആദരവാണ്, ബഹുമാനമാണ് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഫലാ തത്തബിഉൽ ഹവ വ ഇൻ അൻ തഅദിലു. അല്ലാഹു ഇവിടെ അവസാനത്തിൽ ഉണർത്തുന്നുണ്ട്, ഫല്ലാഹു ഔലാ ബിഹിമ. എല്ലാ ആളുകളെക്കാളും നാം ഏറ്റവും പ്രയോരിറ്റി നൽകേണ്ടത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കണം നമ്മൾ പ്രയോരിറ്റി നൽകേണ്ടത്. രണ്ടാമത്തെ ദുൽമുൻ നഫ്സി എന്നുള്ളതാണ്. മാനസികമായി അവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന ദ്രോഹമാണ്, മാനസികമായി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമ്മർദ്ദമാണ്. അത് പ്രധാനമായ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയാം. നമ്മൾ ഇതൊക്കെയും നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന അനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തത് എന്നും അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് അവരുടെ ശരീരമാകാം, അവരുടെ നിറമാകാം, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ ആകാം, അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട്, നമ്മുടെ മാതാപിതാക്കളുമായിട്ട്, നമ്മുടെ രീതികളുമായിട്ട് ഇങ്ങനെയൊന്നും താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഈ ആളുകളെല്ലാം ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി ഈ ഒരു പെൺകുട്ടിയെ പല വിധത്തിൽ ഈ അർത്ഥത്തിൽ താരതമ്യങ്ങൾക്ക് വിധേയപ്പെടുത്തുന്ന പല അനുഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സൂറത്ത് റൂമിലൂടെ നിങ്ങൾക്ക് സക്കീനത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് സക്കീനത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് നിങ്ങളെ ഇണതുണകളായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് തൊട്ടുടനെയുള്ള ആയത്തിൽ അള്ളാഹു ഉണർത്തുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് വഖ്തിലാഫു അൽസിനതികും വ അൽവാനികും. നിങ്ങളുടെ ഭാഷാ വൈവിധ്യവും നിങ്ങളുടെ നിറവൈവിധ്യവും ഇതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, ആയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അത് സ്വഭാവ വൈവിധ്യമായാലും അങ്ങനെ തന്നെയാണ്. അതിനെ വൈരുദ്ധ്യമായിട്ട് അതല്ലെങ്കിൽ വൈകല്യമായിട്ട് കാണാതെ ആ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ആളുകളും എന്റെ കുടുംബക്കാരെ പോലെ ആകണം, എല്ലാ ആളുകളും എന്റെ മാതാപിതാക്കളെ പോലെ ആകണം, ഞങ്ങളുടെ വീട്ടുകാരെ പോലെ ആകണം എന്നുള്ള വാശി ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. ആളുകൾ വ്യത്യസ്തമാണ്, ആളുകൾ വൈവിധ്യമാർന്ന സ്വഭാവങ്ങളുള്ള ആളുകളാണ്, ആളുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള സംസ്കാരത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. ആ സാംസ്കാരിക വൈവിധ്യത്തെ, സ്വഭാവ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ ഹൃദയവിശാലത നമുക്ക് കൈവരിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ദുൽമുൽ അലാഖാത്ത്, അവരുടെ ബന്ധങ്ങളെ ഉപയോഗിച്ച് ബന്ധങ്ങളുമായി അവർക്ക് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ഹറാമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കാൻ ഒരർത്ഥത്തിലും അവരെ അനുവദിക്കാതിരിക്കുക. അത് ദുൽമുൽ അലാഖാത്തിൽപ്പെട്ട ഒരു ദുൽമായിട്ട് എണ്ണപ്പെടുന്ന ഒരു ദുൽമാണ്. സ്വന്തം ഈയിടെ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി. ആ ഒരു സ്ത്രീ പറയുകയാണ്, അവരുടെ ഉമ്മക്ക് വലിയ രോഗം ബാധിച്ചു. വയസ്സായ സ്ത്രീയാണ്. അവരുടെ ഉമ്മയും വാപ്പയും തനിച്ചാണ് താമസിക്കുന്നത്. ഉമ്മക്ക് വലിയ രോഗം ബാധിച്ചു. വീട് തൊട്ടടുത്താണ്, ഭർത്താവിന്റെ വീടിന് തൊട്ടടുത്താണ്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിലെ ആളുകൾ ആ ഉമ്മയെ ശുശ്രൂഷിക്കാനോ അവരെ സന്ദർശിക്കാനോ, അവർക്ക് ആൺമക്കളില്ല, അവരെ സന്ദർശിക്കാനോ അർത്ഥത്തിൽ അവരെ പരിചരിക്കാനോ ഇവരെ അനുവദിക്കുന്നില്ലത്രേ. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഈ ഭർത്താവിന്റെ ഉമ്മ രോഗിയാണ് വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിന്റെ ഉമ്മയെ എല്ലാ അർത്ഥത്തിൽ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ പെൺകുട്ടി, ഈ സ്ത്രീയാണ്. അവരുടെ ഭക്ഷണം കൊടുക്കലാകട്ടെ, അവരെ ബാത്റൂമിൽ കൊണ്ടുപോകലാകട്ടെ, അവർക്ക് വസ്ത്രം മാറ്റി കൊടുക്കലാകട്ടെ, ഇതൊക്കെ ഈ സ്ത്രീയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ ഇവിടുന്ന് നിന്റെ ഉമ്മയെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ആരാണ് എന്റെ ഉമ്മയെ നോക്കുക എന്നാണ് അത്ര ഭർത്താവ് ചോദിക്കുന്നത്, ഭർത്താവിന്റെ സഹോദരങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ഉമ്മയെ ഒന്ന് കാണാൻ പോലും, ആ വയസ്സായ വൃദ്ധയായ രോഗം ബാധിച്ച ആ ഉമ്മയെ കാണാൻ പോലും അനുവദിക്കാത്ത കാര്യങ്ങൾ ദൂരത്തൊന്നുമല്ല നടക്കുന്നത്, നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ രൂപത്തിലുള്ള ദുൽമ് വലിയ അർത്ഥത്തിലുള്ള ദുൽമാണ്, അനീതിയാണ്. തീർച്ചയായും ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം സത്യത്തിൽ മകനാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ മകനും അവന്റെ ഉമ്മയുടെ ഉത്തരവാദിത്തമുണ്ട്. ഇനി ആ മകന് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ സത്യത്തിൽ ആ മകനൊരു ജോലിക്കാരെ നിർത്തി ശമ്പളം കൊടുക്കുകയാണ് വേണ്ടത്. ആ ശമ്പളം ലാഭിക്കാൻ ഈ രൂപത്തിലുള്ള അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുകയല്ല ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ ഉണർത്തുന്നുണ്ട്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഹൃദയങ്ങൾ കൊടുത്തിട്ടില്ല. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. അതേ ആയത്തിൽ അല്ലാഹു ഉണർത്താണ്, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും. നിങ്ങൾ നിങ്ങളുടെ മക്കളാണ് എന്ന് വിളിക്കുന്ന ആളുകളുടെ
വിളിക്കുന്ന ആളുകളെ സ്വന്തം മക്കളാക്കി അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല. ഒമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളെ വളർത്തുപുത്രന്മാര് ഒരുപക്ഷെ ചെറുപ്രായം മുതൽക്ക് നിങ്ങളുടെ ചെലവിലായിരിക്കും നിങ്ങൾ അവരെ വളർത്തിയത്, എങ്കിൽ പോലും അവർ നിങ്ങളുടെ മക്കളാണ് എന്ന് നിങ്ങൾ പറയരുത്. ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും. എന്നൊരാൾക്ക് തോന്നുകയാണ്, അല്ല, ഞാൻ എന്റെ സ്വന്തം മകനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവനെ സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന വാദം ഒരാൾക്കുണ്ടെങ്കിൽ ദാലിക്കും ഖൗലുക്കും ബിഅഫ്വാഹിക്കും, അത് നിങ്ങളുടെ വായ കൊണ്ടുള്ള വെറും വർത്താനം മാത്രമാണ് എന്ന് അള്ളാഹു പറയാണ്. വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹുവാണ് സത്യം പറയുന്നവൻ. വഹുവ യഹ്ദിസ് സബീൽ. ഉദ്ഊഹും ലിആബാഇഹിം, മറിച്ച് അവരെ അവരുടെ പിതാക്കളിലേക്ക് നിങ്ങൾ ചേർത്ത് പറയുക. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർണമായിരിക്കുന്നത്. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നീതിപൂർണമായിരിക്കുന്നത്. ഫഇല്ലം തഅലമു ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീൻ, എന്നൊരാൾക്ക് അവരുടെ മാതാപിതാക്കൾ ആരെന്നുപോലും അറിയില്ല, അത്രയും ചെറുപ്പത്തിലെ ഇവരെടുത്ത് വളർത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് ചേർത്ത് നിങ്ങൾ വിളിക്കരുത്. ഫഇഖ്വാനുകും ഫിദ്ദീൻ, ഈ ദീനിൽ നിങ്ങളുടെ സഹോദരനായിട്ട് നിങ്ങൾ അവരെ കാണുക എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന അധ്യാപനം. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ നമുക്ക് അനുവാദമില്ല. എന്റെ മകന്റെ ഭാര്യ സ്വന്തം ഉമ്മയെ കാണുന്നത് പോലെ കാണണം എന്നൊരാൾ വാശി പിടിച്ചതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ കാണാൻ കഴിയൂല. അത് അല്ലാഹു മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി, രണ്ട് ഹൃദയം കൊടുക്കാത്തതുകൊണ്ടാണ്. സ്വന്തം ഉമ്മയെ മാത്രമാണ് ഒരാൾക്ക് സ്വന്തം ഉമ്മയായിട്ട് കാണാൻ കഴിയുക, സ്വന്തം ഉപ്പയാണ് സ്വന്തം ഉപ്പയായിട്ട് കാണാൻ കഴിയുക. അതൊരാളുടെ പോരായ്മയല്ല. ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെയല്ല എന്റെ ഉപ്പയെ സ്നേഹിക്കുക, അതൊരിക്കലും എന്റെ പോരായ്മയല്ല, അതൊരു മനുഷ്യന്റെ കുറവല്ല. ഓരോരുത്തരെയും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ കഴിയണം, ഓരോരുത്തർക്കും നൽകേണ്ട സ്ഥാനമാനങ്ങൾ നമുക്ക് നൽകാൻ കഴിയണം. ഈ രൂപത്തിലാകുമ്പോഴാണ് ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ട് മാറുക. എല്ലാ ആളുകളെയും പരിഗണിക്കാനും സ്നേഹിക്കാനും കഴിയണം. അതിനൊരിക്കലും ബന്ധങ്ങളിൽ മാറ്റത്തിരുത്തൽ വരുത്തേണ്ട ഒരാവശ്യമില്ല. അവരെ അവരായിട്ട് പരിഗണിച്ചിട്ട് തന്നെ നമുക്ക് സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസമായിട്ട് മാറുക, അതല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് മാറുന്ന അപ്പോഴാണ്. ആ അർത്ഥത്തിൽ ഒരു രീതി സമ്പ്രദായത്തെ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ ദുൽമ്, ഇതൊക്കെയും ദുൽമു ബിസ്മി ദീൻ, ഇതൊക്കെ ദീനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതിനേക്കാളൊക്കെ വലിയ ദുൽമ്. ഈ രൂപത്തിൽ സഹിക്കുക എന്നുള്ളത് സഹനതയാണ്, ക്ഷമയാണ്, സ്വബറാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. അതല്ലെങ്കിൽ ഈ പീഡനങ്ങളൊക്കെയും അനുഭവിക്കുക എന്നുള്ളത് അത് അനുസരണയുടെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഒരിക്കലും ദുൽമ അതൊരിക്കലും ഈ അർത്ഥത്തിൽ ന്യായീകരിക്കാൻ നമുക്ക് യാതൊരു വിധത്തിലെ വകുപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ സമയത്ത്, ഈ പവിത്രമായ ഈ ദിനരാത്രങ്ങളിൽ റമദാനുമായി ബന്ധപ്പെട്ട് പറയേണ്ട, തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ട ഈ സമയത്ത് ഈ വിഷയം ഈ രൂപത്തിൽ പറയേണ്ടി വന്നത് അത്രമാത്രം ഗൗരവപ്പെട്ട, അത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യം നാം കൃത്യമായി അഡ്രസ് ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലതും തെറ്റിദ്ധാരണ കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. ഇതൊക്കെയും ദീനിന്റെ ഭാഗമാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഈ രൂപത്തിലൊക്കെയും ദുൽമുകൾ ഞാൻ അനുഭവിക്കണം, അല്ലെങ്കിൽ അതൊക്കെയും സാധാരണയാണ് എന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് ഈ അർത്ഥത്തിലുള്ള അനീതി ഉണ്ടാകുമ്പോൾ അതിനെതിരിൽ ശബ്ദിക്കാൻ, അതിനെ പരിഹരിക്കാൻ വളരെ സൗമ്യമായി, വളരെ യുക്തിയോടുകൂടി, വളരെ ഹിക്മത്തോടുകൂടി ഇടപെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദുൽമൊക്കെയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ റമദാൻ വരവേൽക്കുക, ഇതൊക്കെ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലല്ലദീന താബു വ അസ്ലഹു, തൗബ ചെയ്താൽ മാത്രം പോരാ. ഈ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. വ അസ്ലഹു, നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ പിഴവുകളെ ഇസ്ലാഹ് ചെയ്യണം, അതിനെ നല്ല പ്രവൃത്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സക്കീനത്തുണ്ടാവുക. ഈ ദുൽമുകളെല്ലാം വെച്ചുകൊണ്ട്, ഈ വഴക്കും വക്കാണും വിദ്വേഷവും പിണക്കവുമെല്ലാം ആർത്ഥത്തിൽ തങ്ങി നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സക്കീനത്തുണ്ടാവുക? പിന്നെ എങ്ങനെയാണ് ആ മവദ്ദത്തും റഹ്മത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള മ്ലേച്ഛതകളെ, തിന്മകളെ, പോരായ്മകളെ, അനീതികളെ കുടുംബ സംവിധാനത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മൾ തയ്യാറാകണം. കുടുംബജീവിതത്തിന്റെ അനിവാര്യത മാത്രം നമ്മൾ സംസാരിച്ചാൽ പോരാ. ഇപ്പൊ നിലവിലുള്ള കുടുംബ തകരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന്റെ അനിവാര്യത കൂടി നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ, കുടുംബ ബന്ധങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസൃതമായി നീതിപൂർണമായി ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആളുകളെ ഈ സക്കീനത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള മാർഗങ്ങൾ നാം എളുപ്പമാക്കി കൊടുക്കുക. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ. ഈയിടെ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി. ഒരു പെൺകുട്ടി പറഞ്ഞ അനുഭവമാണ്. ആ പെൺകുട്ടി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആ പെൺകുട്ടിയുടെ പിതാവ് അതിന് സമ്മതിക്കുന്നില്ല.
ആ പിതാവ് പറഞ്ഞ ഒരു ന്യായം, ഒരു കാരണം എന്നുള്ളത്, നീ നിന്റെ പഠനം പൂർത്തിയാക്കി, നീ ഒരു ജോലി നേടി, അങ്ങനെ ശമ്പളം വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം നീ കല്യാണത്തെപ്പറ്റി ആലോചിച്ചാൽ മതി എന്നാണ് ഇത്രേ ഒരു വിശ്വാസിയായ മുസ്ലിമായ ഒരു പെൺകുട്ടിയുടെ പിതാവ് ആ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പിതാവ് പറയുന്നതല്ല, ഇത് ഈ അർത്ഥത്തിൽ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മാതാപിതാക്കളും അവരുടെ മക്കളോട് പറയുന്നൊരു കാര്യം, പെൺമക്കളോട് പറയുന്നൊരു കാര്യം, ഒരിക്കലും പഠനം എന്നുള്ളത് എല്ലാവർക്കും അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ്. പഠിക്കാം, ജോലി നേടാം, അതൊക്കെയും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് വിടാൻ കഴിയണം. അതിനപ്പുറത്തേക്ക് ആളുകളെ സമ്മർദ്ദം ചെലുത്തുക, അവരെ നിർബന്ധിക്കുക, അതിനും അപ്പുറത്തേക്ക് അതിന്റെ ഒരു ഇന്റൻഷൻ, നിയത്ത്, വളരെ മോശമായ ഒരു നിയത്താണ് അവർക്ക് ഇട്ടുകൊടുക്കുക. ഈ എന്തിനാണ് ഇങ്ങനെ നിന്നോട് പഠിക്കാൻ ഞാൻ പറയുന്നത്? നിക്കാഹ് കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് കാലിൽ നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ജോലി വേണം. ഇതാണ് ന്യായമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു നിയത്തോടു കൂടി, ഈ ഒരു ഇന്റൻഷനോട് കൂടി ഒരാൾ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അവബോധ മനസ്സിൽ ആ ഒരു നിയത്ത് പൂർത്തീകരിക്കപ്പെടാനല്ലേ അവർ ആഗ്രഹിക്കുക. സ്വാഭാവികമായിട്ടും വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അറിയാതെ അവർ ചിന്തിക്കും, എനിക്ക് രണ്ട് കാലിൽ നിൽക്കാൻ സമയമായോ എന്നാണ് അവർ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ നിയത്തുകൾ പരിശുദ്ധാക്കുക. ഈ അർത്ഥത്തിൽ തെറ്റായ, മോശമായ, മ്ലേച്ഛമായ നിയത്തുകളൊന്നും നമ്മുടെ മക്കളിലേക്ക് ഏൽപ്പിക്കാതിരിക്കുക. ആ ഹലാലായ നിക്കാഹിന്റെ വാതിലുകൾ നമ്മൾ അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുക. അത് പല വിധത്തിലെ ന്യായങ്ങളും നാട്ടാചാരങ്ങളും പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ മുടക്കാതിരിക്കുക. ഒരു ഭാഗത്ത് ഹറാമുകൾ വളരെ തുച്ഛമായ വിലക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരിക്കലും ഈ ഹലാലായ അതിന്റെ പരിഹാര മാർഗങ്ങൾ നമ്മൾ അടച്ചുപൂട്ടരുത്, നമ്മൾ ചിലവേറിയതാക്കി മാറ്റരുത്. അള്ളാഹു ഉണർത്തുന്നുണ്ട്, ലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ, തിന്മ ചെയ്യാൻ നിങ്ങളുടെ യുവതികളെ നിർബന്ധിക്കരുത് എന്നതാണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഒരു പശ്ചാത്തലമുണ്ടെങ്കിലും ഇന്ന് നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് അതിനെ മനസ്സിലാക്കാം. ഈ അർത്ഥത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പല രൂപേണ അടച്ചുപൂട്ടാൻ ശ്രമിച്ചു കഴിയുമ്പോൾ, അതിനെ ഇടുക്കിക്കളയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, മറുഭാഗത്ത് അവരെ തിന്മ ചെയ്യാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങേറ്റത്തെ പരിശുദ്ധരായിക്കൊണ്ട് വളരെ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി എല്ലാ അർത്ഥത്തിലുള്ള വിള്ളലുകളും പോരായ്മകളും ബന്ധങ്ങളിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.